അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പയറുപ്പേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പയറുപ്പേരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പയറാണ്. ഈ പയറിന് നമുക്ക് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 ഉണക്കമുളക്, ഒരു തണ്ട് കറിവേപ്പില. നമുക്ക് ഈ പയറൊന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പയർ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് ഇതാ ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പയറൊന്ന് നല്ലോണം ഒന്ന് വേവട്ടെ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. അങ്ങനെ തന്നെ നമ്മുടെ പയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അങ്ങനെ എന്താ ചീനച്ചട്ടി ഞാൻ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ചതക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് വരാം. അങ്ങനെ തന്നെ നമ്മുടെ മുളകും ഉള്ളിയും എല്ലാം ചതച്ചത് ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് യോജിച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ പയറുപ്പേരി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ പയറുപ്പേരി ഉണ്ടാക്കി കഴിക്കാൻ. ചോറൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു ഉപ്പേരി മാത്രം മതി. നമുക്ക് വയറ് നിറയെ ചോറ് തിന്നാം. ഇതിൻ്റെ ഈ ഉള്ളിൻ്റെയും മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്.